പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ ഓയസിസ് കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസ്. ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിനാൽ കേസെടുക്കാമെന്ന് റവന്യൂ വകുപ്പ്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം നൽകി. സ്റ്റേറ്റ് ലാൻഡ് ബോർഡാണ് അനുമതി നൽകിയത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നമുക്കറിയാം ബ്രൂവറി കേസുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പോഴാണ് ഈ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ ഓയസിസ് കമ്പനിക്കെതിരെ മിച്ചഭൂമി കേസ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ അരുൺ. വിനോദ്, ഈ ഭൂപരിഷ്കരണ നിയമത്തിലെ ചട്ടം 82 പ്രകാരം സംസ്ഥാനത്ത് ഒരു കമ്പനിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി എന്നുള്ളത് അതൊരു 12 ഏക്കർ മുതൽ 15 ഏക്കർ വരെയാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ കൈവശം 23.92 ഏക്കർ ഭൂമിയുണ്ട് എന്നുള്ളതാണ് നേരത്തെ സർക്കാർ അനുമതി നൽകിയ കാര്യങ്ങളിലാണെങ്കിലും അതല്ലെങ്കിൽ മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷ് ഉൾപ്പെടെ നടത്തിയപ്പോഴാണെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നത് കമ്പനിക്ക് ഇത്രയും ഭൂമി ഈ 23.92 ഏക്കർ ഭൂമി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇത് ഈ ഭൂപരിഷ്കരണ നിയമത്തിന് എതിരാണ്. മാത്രമല്ല ചട്ടവിരുദ്ധമായിട്ടാണ് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കേസെടുക്കാം, മിച്ചഭൂമി കേസെടുക്കാം എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലാൻഡ് ബോർഡാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന് വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്റ്റേറ്റ് ലാൻഡ് ബോർഡിൽ നിന്നും പാലക്കാട് താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാന് നിർദ്ദേശം നൽകിയതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ നെൽവയൽ ഈ തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 23.92 ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ ആ ഭൂമിയിൽ തന്നെ നെൽവയൽ നീർത്തടങ്ങളുണ്ട്. ഇത് തരം മാറ്റുന്നതിന് വേണ്ടിയും സമാന രീതിയിൽ ഈ ഒയാസിസ് കമ്പനി റവന്യൂ വകുപ്പിനെ സമീപിച്ചിരുന്നു. അന്ന് അത്തരത്തിൽ ഈ ഭൂമി നികത്താനോ അതല്ലെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ ഒന്നും പറ്റില്ല, അതിന് യാതൊരു അനുമതിയും നൽകില്ല എന്നുള്ളത് റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയതാണ്. ഏതായാലും ഇപ്പോൾ മിച്ചഭൂമി കേസ് കൂടെ ഈ ഒയാസിസ് കമ്പനിക്കെതിരെ ഉണ്ടാവുന്നു. ഇനി ഏതായാലും താലൂക്ക് ലാൻഡ് ബോർഡാണ് ഇതിൽ അന്വേഷണം നടത്തേണ്ടത്. ആ അന്വേഷണം നടത്തിയതിന് ശേഷം എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ രേഖകളിലൊക്കെ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഏതായാലും താലൂക്ക് ലാൻഡ് ബോർഡ് അത്തരത്തിൽ കൂടുതൽ വിശദമായ പരിശോധന ഈ വിഷയത്തിൽ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്താണ് അവരുടെ കണ്ടെത്തൽ എന്നതുകൂടെ അറിയേണ്ടതുണ്ട്.